ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചില യാത്രകൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടാവില്ല. പെട്ടെന്ന് തോന്നി അങ്ങ് പുറപ്പെടുക. മിക്കവാറും അങ്ങനെയുള്ള യാത്രകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുകയും ചെയ്യുക. ഞങ്ങൾ ഫാമിലി ആയിട്ട് മൂന്നാർക്ക് പുറപ്പെടാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചൊരു തീരുമാനമായിരുന്നു. എറണാകുളത്ത് നിന്ന് രാത്രി 8 മണിക്കാണ് പുറപ്പെട്ടത്. മൂന്നാർ ടൗണിൽ എത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ മൂന്നാറിലേക്ക്. പക്ഷേ എന്നാൽ കൂടിയും രാത്രി ആയതുകൊണ്ടാവാം അധികം ബ്ലോക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഓൺ ദ വേ ബുക്ക് ചെയ്ത ഒരു പ്രോപ്പർട്ടിയിൽ പോയിരുന്നു. പക്ഷേ അവിടെ അത്ര ഒരു വൈബ് നമ്മൾക്ക് ഫീൽ ചെയ്യാഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ആർവ ഇൻ എന്ന ഒരു റിസോർട്ടിലെത്തി. നല്ല പ്രോപ്പർട്ടി ആട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല പച്ചപ്പോട് കൂടി കാടിന് ഒത്ത നടുവിൽ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. ഗസ്റ്റിനോടുള്ള അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ മനോഹരമായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം നൽകിയത് ഇവിടുത്തെ ഈ ഒരു പച്ചപ്പായിരുന്നു. ഓരോ കോട്ടേജും നമുക്ക് നല്ല വ്യൂ തരുന്ന രീതിയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ ഈ 50 വയസ്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ തോന്നുന്നത് യാത്രകളാണ് കേട്ടോ. ക്ലിഫ് പൂളാണ് ഇവിടെയുള്ളത്. ആർവ ഇൻ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കാലുകൾ മാത്രം ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് തിരിച്ചു കയറി. ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു ഇവിടുത്തെ ഒരു ആംബിയൻസ്. നല്ല വഴികളൊക്കെ ഉണ്ട്. കാട്ടിനുള്ളിലേക്കൊന്ന് കയറാനൊരു മോഹം. ഞാൻ ചെറുതായൊന്ന് കാട്ടിനുള്ളിലേക്ക് കയറി. വലിയ വൃക്ഷങ്ങളൊക്കെയാണ്. അട്ട കടിക്കുമോ എന്നൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. തിരിച്ചിങ്ങ് കയറിപ്പോന്നു, ജസ്റ്റ് ആസ്വദിച്ചിട്ട്. ഇത് രാവിലെ ഒരു 10 മണി സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയത്. കുറച്ചുകൂടെ വിശദമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വളരെ മനോഹരമായ ഒരു പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് തോന്നി. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ്റെ ചെറിയ ചൂടാണെങ്കിൽ കൂടിയും ആ തണുപ്പിൽ അത് ആസ്വദിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു തീരുമാനവുമില്ലാതെ ഒരു മുന്നൊരുക്കവുമില്ലാതെ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ ശ്രമിക്കണേ. താങ്ക് യു.